സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്താണെന്ന് പഠിച്ചു. ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോണിൽ ഈ ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ ഗ്രേഡിയൻ ഡിസെൻറ്റിൻ്റെ ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്ന് പറയുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ബാക്ക് പ്രൊപ്പഗേഷൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങളാണ് ഈ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. നമ്മളതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഈ ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് ലെയറിൽ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂയും റിയൽ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും മാക്സിമം കറക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് ഡിഫറൻഷിയേഷനാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നീ സംഭവങ്ങളൊക്കെ എന്നൊക്കെ ഒരു ചെയിൻ റൂളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ റിവേഴ്സ് മോഡ് ഓട്ടോമാറ്റിക് ഡിഫറൻഷിയേഷനും ഈ ബാക്ക് പ്രൊപ്പഗേഷന് ഉദാഹരണമാണ്. ഈ ഡയഗ്രാം നമ്മുടെ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഇൻപുട്ട് ലെയറിൽ നിന്ന് നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലേക്ക് പോകുന്ന നെറ്റ്വർക്കിൽ ഒരു ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. ഇത് ഒരു അറ്റ് എ ടൈം നമ്മളൊരു നെറ്റ്വർക്കിൽ ഉള്ള എന്താ പറയുക ചെയിൻ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിലൊരു എക്സ്പെക്റ്റഡ് വാല്യൂ ഉണ്ടാവും, റിയൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് ഈ ഡിഫറൻസ് കണ്ടതിന് ശേഷം വീണ്ടും ഈ ഹിഡൻ നെറ്റ്വർക്കിലോട്ട് സിഗ്നൽസ് അയച്ച് അത് കറക്റ്റ് ചെയ്ത് വരുന്നതാണ് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ്റെ ഒരു അടിസ്ഥാന തത്വം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് ഒരു നെറ്റ്വർക്കിലേക്ക് കടത്തി വിട്ടിട്ട് അതിനെ പരിശീലിപ്പിച്ച് ഈ പരിശീലിപ്പിച്ച ഡാറ്റയെ നമ്മൾ എന്താ പറയുക ഈ പ്രവചിച്ച ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത ഡാറ്റ ഇതും പിന്നെ ലഭിച്ച ഇതുമായിട്ടുള്ള വ്യത്യാസത്തിന് നമ്മൾ എറർ എന്ന് പറയുന്നു. അപ്പോൾ ഈ എറർ ഇത് കിട്ടിയതിന് ശേഷം അത് ആ എറർ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ നെറ്റ്വർക്കിലോട്ട് ഡാറ്റേനെ കടത്തി വിട്ടിട്ട് വീണ്ടും ഈ പരിശീലിപ്പിച്ചിട്ട് ഔട്ട്പുട്ട് എടുത്ത് അത് വളരെ അധികം കുറച്ച് കൊണ്ടുവരുന്നതാണ് ബേസിക് ഐഡിയ. നമ്മൾ ഈ മിനിമൈസിങ് ദ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ കുറയ്ക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ മിനിമൈസിങ് ദ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്റ്റഡ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ആക്ച്വൽ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് ഫംഗ്ഷൻ്റെ നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറർ റേറ്റും കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ അത് അൽഗോരിതം ഒരു എന്താ പറയുക പ്രിഫറബിളി നല്ല രീതിയിൽ ലേൺ ചെയ്യുന്ന രീതിയിലോട്ട് അത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷൻ്റെ ഫോർമുലയാണ് ഇതിൽ കാണുന്നത്. പിന്നെ അതിൽ എറർ റേറ്റാണ് ജെ ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എറർ കുറച്ച് കൊണ്ടുവരാവുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ്. ഇത് ഗ്രേഡിയൻ ഡിസെൻറ്റിൻ്റെ ഒരു പാരബോളിക് ഗ്രാഫാണ്. അപ്പോൾ ഈ പാരബോളിക് ഗ്രാഫിൽ നമ്മൾ ഈ ഇനീഷ്യൽ വെയിറ്റാണ് കറുത്ത കുത്തിൽ കാണുന്നത്. അതിങ്ങനെ കുറഞ്ഞ് വെയിറ്റ് വേരിയൻസ് കാണാം. ഈ വേരിയൻസ് ഒരേ റേറ്റിലല്ല വേരിയൻസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇനീഷ്യൽ എറർ റേറ്റിൽ ഉണ്ടാകുമ്പോഴുള്ള വ്യത്യാസമല്ല, എറർ റേറ്റ് കുറഞ്ഞു വരുമ്പോഴുള്ള വ്യത്യാസം. ഇതാണ് ഗ്രേഡിയൻ ഡിസെൻറ്റ്. ഇതും നമ്മുടെ എന്താ പറയുക ഈ പ്രെഡിക്റ്റീവ് മോഡലിനെ ഈ ഗ്രാഫും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഗ്രേഡിയൻ ഡിസെൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ലേണിംഗ് അൽഗോരിതത്തിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഈ ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അൽഗോരിതത്തിൻ്റെ ഒപ്റ്റിമൈസേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ലോക്കൽ മിനിമത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഗ്രേഡിയൻ ഡിസെൻറ്റ് ഉണ്ടല്ലോ, ഒരു ഇറ്ററേറ്റീവ് അൽഗോരിതമാണ്. അതായത് നമ്മളിതൊരു റാൻഡം പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ആണിത് എത്തിച്ചേരുന്നത്. രണ്ടോ അതിലധികമോ ഫംഗ്ഷനുകളുടെ സമീപനമാണ് ഫംഗ്ഷൻ്റെ ഘടന. അപ്പോൾ ഒരു സംയുക്ത പ്രവർത്തനങ്ങളുടെ ഒരു ഡെറിവേറ്റീവ് കണ്ടെത്താൻ ചെയിൻ റൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വെയിറ്റ് സംബന്ധിച്ച ലോഡ് ഫംഗ്ഷൻ്റെ എറർ റേറ്റ് ഗ്രേഡിയൻ്റ് കണക്കാക്കാൻ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് ചെയിൻ റൂൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ റൂൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയിൻ റൂളിൽ എന്താണ് ബേസിക്കായിട്ട് ബാക്ക് പ്രൊപ്പഗേഷനിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ ഉണ്ടെന്ന് കരുതാം. അപ്പോൾ ഫംഗ്ഷനുകൾ നമ്മളിങ്ങനെ എഴുതാം, ഈ ഫോർമുലയിൽ ഇതിൽ കാണുന്ന പോലെ എഴുതാം. അത് കഴിഞ്ഞിട്ട് അത് ചെയിൻ സ്ട്രക്ചറാണ്. ഇതാണ് ചെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് വളരെ സാധാരണമായിട്ട് ന്യൂറൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലെയർ ആയിട്ടുള്ള ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് ആയിട്ടുള്ളത് ഈ ഔട്ട്പുട്ട് ലെയേഴ്സാണ്. അതാണ് ഈ രണ്ടാമത്തെ ഫോർമുല. ഇനി ഇതിൽ ഓരോ സ്റ്റെപ്പുകളൊക്കെ. സ്റ്റെപ്പ് 1, ഇനിഷ്യേറ്റ് ദ വെയ്റ്റ്സ് ആൻഡ് ബയസസ്. അപ്പോൾ ഈ വെയ്റ്റ്സ്, നമ്മൾ ഈ നെറ്റ്വർക്കിലെ വെയ്റ്റ്സ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഒരു റാൻഡം നമ്പറാണ്, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ. അതായത് -1, 1 എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ യൂണിറ്റ് അതിൻ്റെ ബയസായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ബയസസ് സാധാരണയായിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്ന റാൻഡം നമ്പേഴ്സാണ് -1 and 1. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫീഡ് ദ ട്രെയിനിങ് സാമ്പിൾ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ഇൻപുട്ട് ഫോർവേഡ്. അതായത് നമ്മൾ ഈ ഫംഗ്ഷന് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നു, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഈ ഹിഡൻ ലെയേഴ്സിലൂടെ കടത്തിവിട്ടിട്ട്. ഈ സ്റ്റെപ്പ് 4ലാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേറ്റ് ദ എറർ എന്നുള്ള ഫംഗ്ഷൻ നടക്കുന്നത്. സ്റ്റെപ്പ് 5ൽ നമ്മൾ വെയിറ്റ് ബയസസ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്രൊപ്പഗേറ്റഡ് എറേഴ്സ് കണ്ടുപിടിക്കുന്നു. പിന്നെ സ്റ്റെപ്പ് 6ൽ ഈ കണ്ടീഷൻസ് ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ്റെ വർക്കിംഗ് ഡയഗ്രാം. ഇതാ ഫോർമുലയുടെ എക്സാമ്പിളാണ്. അതിൽ ന്യൂമറിക്കൽ എക്സാമ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഫ്ലോ ഓഫ് ഡാറ്റയും കമ്പ്യൂട്ടേഷൻ്റെയും റെപ്രസെൻറ്റ് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ സമ്മറിയിൽ നമ്മൾ കീ കമ്പോസിഷൻ ഫോർമുല എന്താണെന്ന് പറഞ്ഞു, ചെയിൻ റൂൾ ഫോർ ഡെറിവേഷൻസ് വെച്ചു. അതുപോലെ തന്നെ അങ്ങനെ ബാക്ക് പ്രൊപ്പഗേഷൻ, ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു.